ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 13 348 ദിവസത്തിലെത്തി. ഈ ആണ്ട് തീരാനായിട്ടിനി വെറും 19 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഓരോ ദിവസവും ഏറ്റവും നല്ലൊരു ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു തീർത്ഥാടനവും കൂടിയല്ലേ. എന്താണ് ക്രിസ്തുമസ്? എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടതും ഒരുങ്ങേണ്ടതുമൊക്കെ? തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ദൈവം മനുഷ്യന് നൽകിയ അടയാളമായിരുന്നു പുൽക്കൂട്ടിലെ യേശു. സ്നേഹം തെളിയിക്കപ്പെടാൻ അടയാളങ്ങൾ കൂടി ആവശ്യമല്ലേ? ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവത്തിന് അടയാളം ആവശ്യമായി വരുന്നു. അതിൻ്റെ കാരണം, സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അതുവരെയുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവസങ്കല്പങ്ങളെ തിരുത്തേണ്ടി വരുന്നു എന്നതുകൂടി നമ്മളൊന്ന് ഓർത്തെടുത്തേ മതിയാവും. ഈ കാലമത്രയും മനുഷ്യൻ്റെ മനസ്സിൽ അവൻ എങ്ങനെയൊക്കെയോ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന അറിവും ധാരണയും ദൈവവുമായി ബന്ധപ്പെട്ടത് കുറേയൊക്കെ തെറ്റിദ്ധാരണകൾ നിറഞ്ഞത് കൂടിയായിരുന്നു. തെറ്റുകൾക്കൊക്കെ എണ്ണം പറഞ്ഞ് ശിക്ഷിക്കുന്ന കർക്കശക്കാരനായ ന്യായാധിപൻ്റെ മുഖമാണ് പൊതുവെ പഴയ നിയമത്തിൻ്റെ വിശുദ്ധമായ താളുകൾ പരതി നോക്കിയാൽ ഒരാൾക്ക് കണ്ടെത്താൻ പറ്റുക. പറഞ്ഞും കേട്ടും മനസ്സിൽ പതിഞ്ഞുപോയ ആ ചിത്രം എളുപ്പത്തിൽ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് ദൈവത്തിനും പറ്റുന്ന കാര്യമല്ല. ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന, ഭീതി നിമിത്തം വേദഗ്രന്ഥത്തിൽ പോലും ദൈവം എന്ന് എഴുതാതെ ആ ഒരു ദൈവാനുഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ജനത്തിന് കണ്ടും കേട്ടും വിശ്വസിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ, ഏറ്റവും കൃത്യമായ ഒരു അടയാളം ആവശ്യമായി വരുന്നു. എന്തിനും ഏതിനും അടയാളങ്ങൾ ചോദിക്കുന്ന ആ ജനത്തിന് നൽകാൻ ദൈവത്തിൻ്റെ മുന്നിൽ വിശ്വസനീയമായ ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: താൻ തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുക. നിർധനരായ ദമ്പതികളുടെ മകനായി നീതിമാനായ ജോസഫ് പിതാവിൻ്റെയും ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നിർമ്മലയായ മറിയം എന്ന സ്ത്രീയുടെ മകനായി കാലിത്തൊഴുത്തിൽ ദൈവോത്തരൻ ഭൂജാതനായപ്പോൾ എളിയവരെ ഉയർത്തുകയും ദരിദ്രരെ അണച്ചുപിടിക്കുകയും ചെയ്യുന്നവനാണ് ദൈവമെന്ന് പതിയെ അറിയുകയാണ്. പിന്നെന്തൊക്കെയായിരുന്നു ആ തിരുജനനത്തിൻ്റെ പരിസരത്ത് നിന്ന് ഓരോരുത്തർക്കും കിട്ടുന്ന ആശ്വാസത്തിൻ്റെ വാർത്തകൾ? ചുങ്കക്കാരോടും പാപികളോടും കൂടെ പന്തിയിരിക്കുകയും അന്തിയുറങ്ങുകയും ചെയ്തപ്പോൾ വഴിതെറ്റിയവരോട് ഒരിടയൻ്റെ മനസ്സോടെ അനുകമ്പ കാണിക്കുമ്പോൾ ഇതൊക്കെയാണ് ദൈവമെന്ന് പുതുതായിട്ട് അവർ മനസ്സിലാക്കി തുടങ്ങുകയാണ്. ആയിരങ്ങളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ്റെ ആകുലതകൾ ഏറ്റെടുക്കുന്നവൻ കൂടിയാണ് ദൈവമെന്നവർ തിരിച്ചറിഞ്ഞു. മനുഷ്യരുടെ വേദന കണ്ട് കണ്ണുകൾ നനയുന്ന യേശുവിനെ കണ്ട് മനുഷ്യനെ ഓർത്ത് വേവലാതിപ്പെടുന്നവനാണ് ദൈവമെന്നും, പിന്നീട് ഒടുവിൽ കുരിശിൽ സ്വന്തം ജീവൻ ഈ ജനത്തിനു വേണ്ടി ദാനമായി നൽകുന്നു എന്നും കണ്ടു ബോധ്യപ്പെടുകയാണ്. ആ സ്നേഹത്തിൻ്റെ തിരിച്ചറിവിൽ ജനങ്ങൾ ആഹ്ലാദപൂർവ്വം പറയുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്, 1-ാം ലേഖനത്തിൻ്റെ
മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അതിന് നമ്മൾ എന്തുമാത്രം യോഗ്യരാണെന്ന് നമുക്കൊന്ന് ഈ ദിനങ്ങളിൽ കണ്ടെത്താം, അതും പ്രാർത്ഥനയോടുകൂടി. ആമേൻ.